രാജു പി നായർ ശ്രീ വി എസ് ഇന്ത്യ പറഞ്ഞ താങ്കൾ കേട്ടോന്നറിയില്ല. അദ്ദേഹം പറയുകയായിരുന്നു സഭയിൽ ഒരു ചർച്ച അവിടെ നടക്കണമായിരുന്നു, ആ ചർച്ചയിൽ നിശ്ചിതമായി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കണമായിരുന്നു. ആ ചർച്ച നടക്കാത്തതിന് കാരണം ചർച്ച വന്നാൽ നിങ്ങളുടെ പല ഉന്നതരുടെയും പേരുകൾ ആ സഭയിലേക്ക് ഉയർന്നു വരും. അതുകൊണ്ട് വിളക്ക് കൊളുത്തി അമ്മമാർ വൈകുന്നേരങ്ങളിൽ പ്രാവുകയാണ്, ശപിക്കുകയാണ് LDFനെയും UDFനെയും. ശ്രീ രാജു പി നായർ. BJPയുടെ ആരോപണത്തിനൊക്കെ മറുപടി പറയാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ കോമഡി അല്ലേ ഹാഷ്മിക്ക്? ഈയിടെയായിട്ട് ഈ ആരോപണങ്ങളുടെ ഗൗരവമൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. BJP ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള നല്ലൊരു സമരത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ആദ്യം ഈ പാർട്ടിക്കകത്ത് തന്നെ വിമർശനം വന്നപ്പോഴാണല്ലോ ആ രാപ്പകൽ സമരം എന്ന് പറഞ്ഞൊരു നാടകം അരങ്ങേറിയത് ഇല്ലേ? പിന്നെ നടത്തിയ 2 സമരമുണ്ട്. ആ 2 സമരം എന്താ അറിയോ? പ്രിയങ്ക ഗാന്ധിയുടെ മുക്കത്തെ ഓഫീസിലേക്കും കൽപ്പറ്റയിലെ ഓഫീസിലേക്കും പ്രിയങ്ക ഗാന്ധി രാജിവെക്കണം എന്നാവശ്യപ്പെട്ട്. എന്താണ് BJPയുടെ ഉദ്ദേശം എന്ന് വളരെ വ്യക്തമല്ലേ? ഇനി ഇവരുടെ കയ്യിലാണല്ലോ ED ഇരിക്കുന്നത്, ഒന്ന് കേസ് അന്വേഷിച്ചിട്ട് കൊണ്ടുപോവാ, അതോ നിങ്ങളുടെ കയ്യിലാണല്ലോ കസ്റ്റംസ് ഉൾപ്പെടെ ഇരിക്കുന്നത്? ഈ കൊണ്ടുപോയ കോടതി പറഞ്ഞ ഇവിടെ നിന്ന് മോഷ്ടിച്ച് കടത്തി, അന്താരാഷ്ട്ര ക്ഷേത്രക്കുള്ള മാർഗത്തിൽ കടത്തി എന്ന് പറയുന്ന സാധനം ഈ കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്തു കൊണ്ടുപോയോ ഇല്ലെന്ന് നിങ്ങൾ പറ. അപ്പം നിങ്ങളുടെ നേതാക്കന്മാർക്ക് അതിനകത്ത് പങ്കുള്ളത് കൊണ്ടായിരിക്കുമല്ലേ ഇത് കസ്റ്റംസിനെ വെട്ടിച്ച് പുറത്ത് കടത്താൻ പറ്റിയത്? വെറുതെ എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്? തൽക്കാലം BJP കാണിക്കേണ്ടത് നട്ടലിന് നല്ല ബലം വാഴപ്പിണ്ടിയുടെ അല്ലെങ്കിൽ ആ CPMന്റെ ഓഫീസിലേക്ക് സമരം നടത്തുകയാണ്, പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് സമരം നടത്തുകയല്ല. കോമഡികളായിട്ട് മാറിക്കൊണ്ടിരിക്കുക അവർ. അതുകൊണ്ട് അവരുടെ ആരോപണത്തിനൊന്നും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇത്രയും പറഞ്ഞു തന്നെ അധികമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശ്രീ ജയേന്ദ്രൻ സാർ ഇവിടെ ചോദിച്ചത് ഈ എന്താ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത് പറഞ്ഞത് വലിയ പ്രശ്നമെന്നാണ്. എന്താ സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നം? സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ടുള്ള ആൾക്ക് അവകാശമാണ്. 90 ദിവസത്തിനുള്ളിൽ അതിനൊരു ചാർജ് ഷീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ പ്രതിക്ക് നിയമപരമായ അവകാശമാണ്, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ് അയാളുടെ ജാമ്യം. ഇത് മനസ്സിലാക്കാൻ അങ്ങേക്ക് പറ്റുന്നില്ലേ? അതിനകത്തൊക്കെ എന്തിനൊരു തർക്കം കൊണ്ടുവരേണ്ട കാര്യം? ഇനി മൂന്നാമത്തെ കാര്യം നോക്കൂ, ഞങ്ങൾ ഇപ്പോൾ ജയേന്ദ്രൻ സാർ പറഞ്ഞതാണ് ഒക്ടോബറിൽ നടത്തിയ സമരത്തിൽ CBI അന്വേഷണം നടത്തി ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിയമസഭ സ്തംഭിച്ചു ആയിരുന്നോ? ഹാഷ്മിക്ക് അറിയാലോ. നിയമസഭ സ്തംഭിപ്പിച്ചത് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടല്ല, നിയമസഭ സ്തംഭിപ്പിച്ചത് PS പ്രശാന്തിൻ്റെയും VN വാസവൻ്റെയും രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ്. PS പ്രശാന്തിനും VN വാസവനും ഇതിനകത്ത് കുറ്റം ചെയ്തതിൽ ഇതിനകത്ത് പങ്കാളിത്തമുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എങ്ങനെ ആ ബോധ്യം വന്നത്? കേരളത്തിൻ്റെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്, ഇപ്പോൾ ഇവർ തന്നെ പ്രതീക്ഷ അർപ്പിക്കുന്ന ദേവസ്വം ബെഞ്ച് ഉണ്ടല്ലോ, ആ ദേവസ്വം ബെഞ്ച് പറഞ്ഞു 2019 ക്രമക്കേട് മറച്ചുവെക്കാൻ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വന്നു എന്ന് മാത്രമല്ല, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തു 2024 ജൂലൈയിൽ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ഒരു ഇത് ദേവസ്വം ബെഞ്ചിലേക്ക് ചെല്ലുകയാണ്. ഈ പറയുന്ന ക്ഷേത്ര പാളികൾക്കും അതുപോലെ തന്നെ ഇതിനെല്ലാം ശോഭ മങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് പ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ കൊണ്ടുവരണം. അപ്പോൾ ദേവസ്വം ബോർഡ് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൻ്റെ കാലഘട്ടം അപ്പോൾ മണ്ഡലകാലത്തിന് മുമ്പ് ചെയ്യണം. മണ്ഡലകാലത്തിന് മുമ്പ് ഇത് നടന്നില്ല, മണ്ഡലകാലം കഴിഞ്ഞു, പിന്നെ ഇവർക്കിത് മാറ്റണ്ട. പിന്നെ വരുന്ന പറയൂ 2025 ജൂലൈയിലാണ്. 2025 ജൂലൈയിൽ 2024 ജൂലൈയിൽ ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിക്കുകയാണ്. കോടതി എന്താ പറഞ്ഞത്? 2024 ജൂലൈ ഇതിനു ശേഷം മണ്ഡലകാലത്തിനു ശേഷം ജാനുവരി മുതൽ ജൂലൈ വരെ ഒരു അത്യാവശ്യവും ഇല്ലാതിരുന്നവർ 2025 ജൂലൈ അപ്പോൾ വീണ്ടും ഒരു അത്യാവശ്യം ഉണ്ടാക്കി കൊണ്ടുവന്നു. അത് തിടുക്കമുണ്ടാക്കിയത് ഈ കള്ളക്കടത്ത് നടത്തുന്നതിന് വേണ്ടി ആണെന്നാണ് കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. ആ വിധിയിൽ പറഞ്ഞ PS പ്രശാന്തിനെ നമ്മൾ ആരും അറിയാതെ 2 തവണ ചോദ്യം ചെയ്തു. ഒരു തവണയില്ല, 2 തവണ. ഒരു തവണ കടകംപള്ളി സുരേന്ദ്രൻ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തു, നമ്മൾ ആരും അറിഞ്ഞില്ല. അങ്ങനെ ആരും അറിയാതെ ചോദ്യം ചെയ്തതിനു ശേഷം വലിയ ചർച്ചയായി കഴിഞ്ഞപ്പോൾ രണ്ടാമത് വീണ്ടും ചോദ്യം ചെയ്തു. ആ വീണ്ടും ചോദ്യം ചെയ്തത് നമ്മൾ അറിഞ്ഞില്ല. ആ PS പ്രശാന്ത് ഹൈക്കോടതിയുടെ നിങ്ങൾ കുറ്റപത്രമാണ് നോക്കുന്നതെങ്കിൽ ഈ 11 ഉത്തരവ് എടുത്ത് ഒരുമിച്ച് എഴുതി വെച്ചാൽ കുറ്റപത്രമായി SITക്ക് മാറുമായിരുന്നു. അങ്ങനെ കുറ്റം ചാർത്തപ്പെട്ട, ഹൈക്കോടതി കുറ്റം ചാർത്തിയ PS പ്രശാന്ത് അവിടെ ഇപ്പോഴും പുറത്തു നിൽക്കല്ലേ? എന്ത് അന്വേഷണത്തിനെ കുറിച്ചാണ് ഈ SITക്ക് നമ്മൾ താമ്രപത്രം കൊടുക്കേണ്ടത്? ഹൈക്കോടതി കൃത്യമായിട്ട് 2025 മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തി എന്ന് പറഞ്ഞ PS പ്രശാന്തിനെ 2 വട്ടം ചോദ്യം ചെയ്തിട്ട് പുറത്തു നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അന്വേഷണം ഹാഷ്മി മുഴുവനായിട്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ട് അങ്ങനെ സംശയം കാരണങ്ങളുണ്ട്. PS പ്രശാന്തിനെ ചോദിച്ചു. മാത്രമല്ല ഈ 6 വർഷം ഇതിനൊക്കെ അതീതമായി നിന്ന അധികാരശക്തി ആരാണ് എന്നടക്കം കോടതി ചോദിച്ചതാണ്. അധികാരശക്തിയും ഈ പറയുന്ന പോലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചൊന്നും ഉണ്ടായില്ല. അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരെങ്കിലും സംശയിച്ചാൽ അവരെ പഴിക്കാൻ കഴിയില്ല. ശരിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.